നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മ അവരെ എത്രത്തോളം സ്വാധീനിക്കുന്നു, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ ഓർമ്മ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്നും നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നും നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ കറൻറ്റ് ഒരു ഫീലിങ്സ്, കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്ങും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം പ്രാധാന്യവും വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണെന്ന് മനസ്സിലാക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും പോസിറ്റീവ് എനർജി നൽകുന്നതല്ല. നമ്മൾ എന്ത് മനസ്സോടുകൂടിയാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത്, ആ ഒരു എനർജിയോട് കൂടിയായിരിക്കും നമ്മളിലേക്ക് അത് വന്ന് ചേരുന്നതും. അത് നമ്മൾക്കൊരു ബാഡ് കർമ്മ എനർജി ആയിട്ടും അല്ലെങ്കിൽ നല്ല കർമ്മ എനർജി ആയിട്ട് തീരുന്നതും നമ്മളത് സ്വീകരിക്കുന്ന മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ വെച്ചാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് കാണാൻ ശ്രമിക്കുക. അതല്ലേ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട എനർജി ഇവിടെ നിന്നല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇമോഷൻസുകൾ, സന്തോഷങ്ങൾ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും ആനന്ദമേറിയ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി, ഇതെല്ലാം അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇത് ഏത് എനർജിയിലൂടെ കടന്നു പോകുന്ന ബന്ധമായിക്കോട്ടെ, നല്ലൊരു സൗഹൃദ ബന്ധം നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിലെ ആ ഒരു എനർജീനെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ് തകർത്ത് കളഞ്ഞത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്നോ അത്രത്തോളം ശക്തമാകുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ ശുദ്ധ മനസ്സോടുകൂടിയും ആത്മാർത്ഥതയോടും കൂടി നിങ്ങളുടെ റിലേഷൻ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ബന്ധം അത് എന്തുമാവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫാദർ മദർ എനർജി ആവാം, അല്ലെങ്കിൽ സഹോദര ബന്ധമാവാം, പ്രണയമാവാം, നിങ്ങളുടെ റിലേഷൻ എന്താണോ ആയിക്കോട്ടെ, ആ ഒരു ബന്ധം ഏറ്റവും നല്ല സുതാര്യതയോടുകൂടി കടന്നു പോയതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു ബ്ലാക്ക് മാജിക് എനർജി കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണുന്നു. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു ശത്രു ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു ശത്രു എങ്ങനെ മാനേജിങ് ചെയ്തോ, ആ ഒരു വ്യക്തി എന്തെല്ലാം രീതികളിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ, ഒരു വിള്ളലുണ്ടാക്കിയോ അത് വ്യക്തമായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു തന്നെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു തെറ്റാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ വന്നിരുന്നു. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശക്തമാകുന്നൊരു വിള്ളലുണ്ടാക്കാൻ എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ ഒരു ഇരയാക്കപ്പെട്ട എനർജി, അതായത് ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വ്യക്തികളും ഇരയാക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്നാമതൊരു പേഴ്സൻ്റെ കൈകടത്തലാണ് നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമാകുന്ന ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ വിള്ളലുണ്ടാക്കാൻ കാരണം. രണ്ടു പേരിലും അത് വളരെയധികം ആഘാതം ഏൽപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഇരയാക്കപ്പെട്ടു, പവർ ലോസ് സംഭവിച്ചു. അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയതോടുകൂടി നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാ രീതിയിലും തകർച്ചയാണ് ഉണ്ടായത്, ഉയർച്ചയല്ല ഉണ്ടായത്. എല്ലാ രീതിയിലും അത് ഹെൽത്ത് പരമായിട്ടും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു രണ്ടുപേരും ഒരുപോലെ. അതുപോലെ നിങ്ങൾ എത്രത്തോളം
എത്രത്തോളം പൂർണ്ണതയോടുകൂടിയും എത്രത്തോളം നല്ല രീതിയിൽ നല്ലൊരു ഐക്യത്തോടു കൂടി പോയോ, സമാധാനത്തോടു കൂടി പോയോ, ആ ഇമോഷൻസിനും ഒരു വലിയ ശക്തമാകുന്ന തകർച്ച സംഭവിച്ചു. അതുപോലെ ഫിനാൻഷ്യൽ പരമാണെങ്കിലും നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ കൈകടത്തലെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ വളരെയധികം പൂർണ്ണതയോടുകൂടി പോയ ബന്ധം, ചിലപ്പോൾ ഈ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ എനർജിയിൽ മറ്റുള്ളവർക്ക് അസൂയ വരെ തോന്നിയ എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് റിലേഷനാണെങ്കിലും നിങ്ങളുടെ ബന്ധം നിങ്ങളോട് കൂടെ നിന്ന വ്യക്തിക്ക് വളരെയധികം ഒരു അസൂയ അത് പകയായി തീർന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് അസൂയയെ പകയാക്കി തീർത്തു. നിങ്ങൾക്കിടയിൽ മുന്നോട്ടേക്കുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഐക്യം, നിങ്ങളുടെ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹത്തെ തീർച്ചയായിട്ടും വിള്ളല് വരുത്തിച്ചു. ഒരു തേർഡ് സിറ്റുവേഷൻസ് ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ തന്നെയാണ് അത് സംഭവിച്ചതെന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് തമ്മിലുണ്ടായ അകലത്തിൻ്റെ ഫലമായിട്ട് മാറിപ്പോകേണ്ടി വന്ന എനർജി കൂടി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു. അതായത് വളരെയധികം മാനസികമായും അവർ തകർന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളും അവരോട് കണ്ട ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണം. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ന്യൂ ക്രിയേറ്റിംഗ് വേണം, ഒരു പുതിയ തുടക്കം വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. വെയിറ്റിങ്ങിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി മാനസികമായും തകർന്നൊരു എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അത്രത്തോളം പ്രതിജ്ഞാബദ്ധമായ, രണ്ടു പേർക്കും പിരിഞ്ഞിരിക്കാനോ വിളിക്കാതിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു നിമിഷം പോലും നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനും അപ്പുറം ആഴത്തിലുള്ളൊരു റിലേഷൻ്റെ എനർജി ആയിരുന്നു നിങ്ങൾക്കിടയിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതെല്ലാം അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് വന്നത്. നിങ്ങൾക്ക് മുമ്പിൽ ഒരു കപ്പ് ഓഫ് ലവ് നൽകിയത് ആ ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴും ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അവർ പാസ്റ്റിൽ എങ്ങനെയാണോ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്തത് അതേ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വരിക എന്ന ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കൂടാതെ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല അവരുടെ സമയം വളരെ മോശമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവരുടെ സിറ്റുവേഷൻസ്, അവർക്ക് ചുറ്റുമുള്ള എനർജികളെല്ലാം നെഗറ്റീവ് ആകുന്ന ഒരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ലൈഫിൽ കൺഫ്യൂഷനാണ്. അവർക്കൊരു എന്ത് ചെയ്യണം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയാത്ത വിധം അവർ വളരെയധികം ഒരു ശൂന്യത എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് വരിക എന്നത് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ഇമോഷണൽ ചീറ്റിംഗ് എനർജി, അതായത് അവർ നിങ്ങളിൽ നിന്നും വിട്ടു മറ്റൊരു കാര്യത്തെ ഫോക്കസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരൊരു പുതിയ തുടക്കം മറ്റൊരു സിറ്റുവേഷൻസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അവരൊരു ഗുഡ് എനർജി പ്രതീക്ഷിച്ചു, ഒരു പുതിയ തുടക്കം. അത് ചിലപ്പോൾ കരിയർ എനർജിയിലാവാം, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചെറിയ ചില കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു മാറ്റം വരുത്തണം. അവർക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയപ്പോൾ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം ഒരു ചീറ്റിംഗ് ആണ് സംഭവിച്ചത്. അവരെ ഇമോഷണലി തകർത്ത് കളഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അവർ വിലപിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം അവർക്ക് ചുറ്റും ഒരു ഡാർക്ക് എനർജിയാണ്. അവരുടെ ലൈഫിൽ ഒരു രീതിയിലും ഒരു പൂർണ്ണതയും കാണാൻ പറ്റുന്നില്ല. ഒരു സക്സസ്സോ ഒരു ബ്ലെസ്സിങ്സോ അവർക്കില്ല. ഇരുട്ട് മാത്രം നിറഞ്ഞ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ പരമാകുന്ന അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തി എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിന് അവർ വെറുത്ത് ജീവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതിനെയെല്ലാം അവർ പൂർണ്ണമായിട്ടും ത്യജിച്ച് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് മറ്റെങ്ങോട്ടോ പോകാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശക്തമായും പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ് അവർക്ക് വേണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് അവർ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്. അവർ പറയണം ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ഇപ്പം ഈ നിൽക്കുന്ന ഡാർക്ക് എനർജിയിൽ നിന്നും ഒരു പ്രകാശം എന്ന് പറയുന്ന ഒന്ന് ലൈഫിലേക്ക് വരുന്നില്ല. തൊടുന്നതെല്ലാം പ്രോബ്ലംസുകളും നഷ്ടങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ലോസ് എനർജി, ഇമോഷണൽ ലോസ് ആണ് അവരിൽ സംഭവിക്കുന്നത്. അവരോട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് ആണ് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ അവർ എഫോർട്ട് എടുക്കാൻ അവർ തയ്യാറാണ് എന്നാണ് ഡിവൈനോട് അവർ പറയുന്ന ഒരു എനർജി. തീർച്ചയായിട്ടും അവർക്ക് ഇമോഷൻസ് ആണ് ഫസ്റ്റ് വേണ്ടത് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് വരിക എന്നതാണ് അവരുടെ ഒരു
ജഡ്ജ്മെൻറ്റ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം അവർക്കൊരു നീതിന്യായം നടപ്പിലാക്കണമെങ്കിൽ, അവർക്കൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ, അവർക്ക് വീണ്ടും ഒരു വെളിച്ചം ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുക എന്നത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. അവർക്കിടെ ഉള്ളിൽ കുറച്ച് ദേഷ്യമുണ്ട് നിങ്ങളോട്. കാരണം ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ തമ്മിൽ അത്രയും ആഴത്തിൽ നിന്ന റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് വന്നത് ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു എതിർപ്പുകളോ അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ നിങ്ങളിൽ നിന്നും അവർക്ക് ഉണ്ടായതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ചില സമയങ്ങളിൽ വളരെ വലിയ ദേഷ്യം നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവർക്കൊരു തെറ്റു പറ്റിയാൽ അവർ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുമ്പം നിങ്ങൾക്ക് അവരെ ഹോൾഡ് ചെയ്യായിരുന്നു എന്നാണ് അവരിപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ നിങ്ങൾക്ക് തിരുത്താമായിരുന്നു, അല്ലെ ക്ഷമിക്കാമായിരുന്നു, പുതിയ ഒരു അവസരം അവർക്ക് വീണ്ടും നൽകാമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു എനർജിയിലൂടെയാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരൊരു കാർമിക് സിറ്റുവേഷൻസിലാണ് പെട്ട് നിൽക്കുന്നത്. അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിലൊന്നും കിടക്കുന്നില്ലെങ്കിലും അവരൊരു കാർമിക് സിറ്റുവേഷൻസിലാണ് പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇമോഷണൽ പരമായിട്ട് അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല. അതായത് ഇമോഷണൽ സപ്പോർട്ടിങ് ഇല്ല നിങ്ങളുടെ വ്യക്തിക്കെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിങ് ഇല്ലാത്തതാണ് അവരുടെ ലൈഫിൽ ഒരു കാര്യത്തെയും അവർക്ക് കണക്റ്റ് ചെയ്യാനോ അവർക്ക് ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ഒരു ഇരുട്ടാകുന്ന എനർജിയിൽ നിന്ന്, ഒരു ഡാർക്ക് എനർജിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ അവർ വളരെ മാനസികമായി വിഷമിക്കുന്നതും എല്ലാം അവർ ഈ ഒരു കാർമിക് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എഫോർട്ട് എടുത്താൽ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലം, ശക്തമായിട്ടും പ്രാർത്ഥന എന്നൊരു എനർജി അവർ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു എനർജിയുടെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഒരു ബാഹ്യമാകുന്ന സക്സസ് എങ്കിലും വരും എന്നൊരു വിശ്വാസമുണ്ട്. നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരാൻ പറ്റും. നിങ്ങളോട് ഒരുമിച്ച് അവരാഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളും അവരോട് ചേർന്ന് ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് അവർ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷനും റീയൂണിയനും ഒക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കരുതി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം അവർ ഇത്രത്തോളം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അവർക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു വിശ്വാസം അവർക്കുണ്ട്. അവർ എഫോർട്ട് എടുക്കാൻ തയ്യാറുമാണ്. എന്താണെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്. ഒരു ജസ്റ്റിസ് അവർക്ക് വേണം. എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യണം. അവർക്ക് പറ്റിപ്പോയ തെറ്റിനെ അവർക്ക് തിരുത്തണം എന്നുള്ളൊരു ബോധം അവർക്ക് 100% വന്നിട്ടുണ്ട്. അതായത് അവരൊരു വിവേകമായിട്ട്, അതായത് ഒരു വിവേകത്തോടു കൂടി അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും അവർക്ക് ഉറക്കമൊന്നുമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. രാത്രികളിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ പ്രശ്നങ്ങളെയെല്ലാം അവർ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓർത്തെടുക്കുമ്പം അവർക്ക് വളരെയധികം ഒരു ഡിപ്രഷൻ എനർജിയിലും അതുപോലെ തന്നെ മാനസികമായിട്ട് അവർ തകർന്നു പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഉറക്കം എന്ന് പറയുന്നത് അവർക്കില്ല എന്ന് പറയാം. മറ്റുള്ള സമയങ്ങളിലെല്ലാം അവർ മറ്റു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു പോകുന്നുണ്ടെങ്കിലും രാത്രിയെ നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം ഹാർട്ട് ബ്രോക്കൺ അവർ അനുഭവിക്കുന്ന, അവർ വിലപിക്കുന്ന ഒരു എനർജിയാണ്. അവരെനിക്ക് തോന്നുന്നു ടാബ്ലറ്റൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം അത്രത്തോളം അവർ അവസ്ഥ മോശമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി മാറിയേക്കുന്നത്. കാരണം ഒരു ജസ്റ്റിസ് അവർ നേരിടുകയാണ്. അവർക്ക് ബാലൻസിലേക്ക് വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും മെച്യൂരിറ്റിയോടുകൂടി അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പൊസിഷൻ, അവർ എന്തൊക്കെ കാര്യങ്ങളാണോ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പൂർത്തീകരിക്കേണ്ടത് ആ കാര്യങ്ങളിലെല്ലാം അവർ വളരെ ശ്രദ്ധയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം മൊത്തം ആ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുക, നിങ്ങളിലേക്ക് തിരിച്ചു വരിക, അതല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സിലേക്ക്, ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോകുക എന്നൊക്കെ തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പല പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ഈ ഗൈഡൻസ് ഫസ്റ്റ് തന്നെ അവർക്ക് നെഗറ്റീവ് ആകുന്ന ചില ഗൈഡൻസുകൾ കൊടുക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ബന്ധനം ഉണ്ടാക്കിയ എനർജികളിൽ ചിലതെല്ലാം ഒരു പേരൻറ്റിങ് എനർജി വരുന്നുണ്ട്. സൗഹൃദ ബന്ധം, നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കരിയർ പാത്തിലുള്ള വ്യക്തികളുടെ എനർജി വരുന്നുണ്ട്. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എനർജി, ശക്തമാകുന്ന ഫ്രണ്ട്ഷിപ്പ് എനർജി വരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പേഴ്സണെ അവർ ഗൈഡ് ചെയ്യുന്നുമുണ്ട്.
കൂടാതെ ഈ ഒരു വ്യക്തിനെ ഫുൾ ടൈം അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട്. അവർ ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ബന്ധനത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഇവർ ഉൾവലിഞ്ഞൊറ്റപ്പെട്ട നിൽക്കുന്നതെങ്കിലും ആ ഒരു നെഗറ്റീവായ വ്യക്തികളുടെ സ്വാധീനം ഇവരുടെ ലൈഫിൽ എപ്പോഴും ഈ കറൻറ്റിലെയും കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് കളഞ്ഞിട്ടില്ല. ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് സക്സസ് ആവരുതെന്നുള്ള, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലൂടെ പോകരുതെന്നുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിടയിൽ വിള്ളൽ വരുത്തിയ ആ ഒരു വ്യക്തികളുടെ പ്രസൻസ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പമുണ്ട്. ശരിക്കും അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട്, വാർണിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയെ ഒറ്റപ്പെടുത്താനും ഒറ്റയ്ക്കാക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരിപ്പം ഒരു നെഗറ്റീവ് എനർജിയിലൂടെ, അതായത് ഒരു ഈക്വാലിറ്റി ഇല്ലായ്മയിലൂടെ, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് കടന്നു പോകുന്നത്. നിങ്ങളെ മുഖം തിരിച്ച് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ്, മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി മാറിയതോർത്ത് ശരിക്കും ഇമോഷണലി പെയിൻ ആകുന്നുണ്ട്. കാരണം ഇവർ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്. മാത്രവുമല്ല അവരൊരു ഇരയാക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നെഗറ്റീവ്, അതായത് അവരുടെ സമയം തന്നെ വളരെ മോശമായൊരു എനർജിയിലാണ്. മറ്റെന്തോ ഒരു ബന്ധനം പോലെ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒരു തീരുമാനം എടുക്കാനോ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കാത്ത വിധം അവരെ ശരിക്കും ഒരു ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണലി അവരവിടെ കിടന്ന് ശരിക്കും വിഷമിക്കുന്നു. അവരൊരു നിരാശയിലാണ്. ശരിക്കും വേദനാജനകമാകുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ, ഞാൻ പറഞ്ഞില്ല, ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരു ടാബ്ലറ്റ് എടുക്കേണ്ട എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസിലാണ്. ശരിക്കും മരിച്ച് ജീവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയെ പറയാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ വേദനയിലും ആ ഒരു നിരാശയിലും ഒറ്റപ്പെടലിലും ഒക്കെ അവർക്ക് ശരിക്കും പ്രതീക്ഷയുണ്ട്. ഫ്യൂച്ചറിലേക്കെല്ലാം ശരിയാകും, ഇതെല്ലാം മാറി മറിയും, ലൈഫിനെ ഓക്കെ ആവാൻ പറ്റും, പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കൊരു വെളിച്ചമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷേ എന്തൊക്കെയോ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് അവരുടെ മുന്നിൽ അവർക്ക് കടന്നു പോരുവാൻ വേണ്ടിയിട്ടെന്ന് തന്നെയാണ് കാണുന്നത്. എന്താണേലും ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ഉണ്ട്. കാരണം മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാനും നല്ലൊരു ഗൈഡൻസ് ലഭിക്കാനും ഒക്കെയുള്ള മാർഗം യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇട്ട് കൊടുക്കും കേട്ടോ. യൂണിവേഴ്സലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു വ്യക്തിയിലുണ്ടാകും. കാരണം ആ ഒരു വ്യക്തിയുടെ നന്മ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് ചില നന്മയുടെ ഫലം നിങ്ങളുടെ പേഴ്സണെ തേടി വരികയും ആ ഒരു വ്യക്തി ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും മോചിക്കപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ ഫിനാൻഷ്യലി എല്ലാം നല്ലപോലെ ചൂസ് ചെയ്യുന്നുണ്ട് മറ്റ് സിറ്റുവേഷൻസുകൾ എന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നല്ലൊരു ലീഡർഷിപ്പ് എനർജി, നല്ല പവറുള്ള, നല്ല ബുദ്ധിയോടുകൂടിയും നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള പവറുള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ പേഴ്സൺ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് സംബന്ധിച്ച് ട്രാപ്പിലായി പോയി എന്നുള്ളതാണ് കാണുന്നത്. ലൈഫിലെല്ലാം ഡെത്തായി എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഒരു റീബർത്ത് എനർജി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരോട് അവരുടെ ആ ഒരു ഇന്നർ ഗൈഡൻസ് കൊടുക്കുന്നത് വെയിറ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ്. കാരണം ഒരു ഫീമെയിൽ എനർജിയുടെ ഓവർ കൺട്രോളിങ്, ഒന്നെങ്കിൽ ഒരു വിഡോ ആയ ഫീമെയിൽ എനർജി ആവാം, അല്ലെങ്കിൽ മദർ എനർജി ആവാം, അതല്ലെങ്കിൽ മറ്റൊരു ഫീമെയിൽ എനർജി അമിതമായിട്ട് ഇവരെ കൺട്രോളിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും അവരുടെ മനസ്സുകൊണ്ട് അവർ ട്രാപ്പ്ഡ് എനർജിയിലാണ് കേട്ടോ. അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അവർക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഒരു എനർജി കണക്റ്റ് ചെയ്യണം, ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളിലാണ് ഒരു ജസ്റ്റിസ് ഇരിക്കുന്നത്. നിങ്ങളിൽ വന്നാൽ മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നവർക്കറിയാം. തീർച്ചയായിട്ടും ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ്. എസ് എന്നുള്ളൊരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എസ് ആണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന് എസ് എന്ന് തന്നെയാണ് ആൻസർ. ഇംപ്രൂവിങ് ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏഞ്ചൽസ് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പം കറക്റ്റ് ടൈമല്ല, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പറ്റിയൊരു സമയമല്ല, നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്. ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം നിങ്ങളെ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ തന്നെയാണ് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സാഹചര്യമാണ് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവരെ പെടുത്തി കളഞ്ഞത്. അതൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഫലമായിട്ട് അവരുടെ കണ്ണുകൾ കെട്ടി നിങ്ങളിൽ നിന്നും കൊണ്ടുപോയതാണ് എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് എനർജിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.